വാർത്ത കേരളത്തെ വേറെ ലെവലാക്കാനായി സുരേഷ് ഗോപി തുനിഞ്ഞിറങ്ങുകയാണ്. സുരേഷ് ഗോപിയെ കാണുമ്പോൾ ചൊറിച്ചിലും അസഹിഷ്ണുതയും ഒക്കെ ഉണ്ടാകുന്നവരോട് നിങ്ങൾ നന്നായി ചൊറിഞ്ഞോളൂ, പക്ഷേ ഞാൻ പോകേണ്ട വഴിക്ക് തന്നെ ഞാൻ പോകും എന്നാണ് പറയുന്നത്. ആതിരപ്പള്ളിയെ തൃശ്ശൂരിന് ശേഷം സുരേഷ് ഗോപി എടുക്കുകയാണ്. എന്താണ് ആതിരപ്പള്ളിയോട് സുരേഷ് ഗോപിക്കുള്ള സ്നേഹ കൂടുതൽ? ആതിരപ്പള്ളിയെ ഒരു സമഗ്രമായ മാറ്റത്തിന് സുരേഷ് ഗോപിയുടെ സ്വപ്ന പദ്ധതി എന്ന നിലയിൽ ആതിരപ്പള്ളിയിൽ വലിയ പദ്ധതി വരുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. സുരേഷ് ഗോപി ഒരു BJPയുടെ തിരഞ്ഞെടുക്കപ്പെട്ട, അതായത് ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ആദ്യ MP ആയി മാറിയപ്പോൾ മുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സുരേഷ് ഗോപി തൃശ്ശൂരിന് വേണ്ടി എന്ത് ചെയ്തു എന്ന്. തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല, അതിന് മുമ്പേ ആളുകൾ ചോദിക്കുന്നു സുരേഷ് ഗോപി എന്ത് മലർത്തി. ഞാൻ അന്നും പറഞ്ഞതാണ്, സുരേഷ് ഗോപി ഈ മാന്ത്രിക വടി ഉപയോഗിച്ച് ജീംബൂമ്പ പറഞ്ഞുകൊണ്ട് അത്ഭുതം കാണിക്കുന്ന മനുഷ്യനല്ല. അദ്ദേഹം എല്ലാവരെയും പോലെയും ഒരു മനുഷ്യൻ തന്നെയാണ്, ജനപ്രതിനിധിയാണ്. പക്ഷേ ഒരു വിഷനുണ്ട്, കേന്ദ്ര സർക്കാർ BJP ആണ് ഭരിക്കുന്നത്. ആ BJP സർക്കാരിൽ ഈ സുരേഷ് ഗോപിക്ക് നല്ല രീതിയിലുള്ള പിടിപാടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഒരു MP ആയിരിക്കുമ്പോൾ തന്നെ ചെയ്യാൻ കഴിയും. അല്ല, സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവർക്ക് MP ആകുന്നതിന് മുൻപ് തന്നെ 723 കോടിയുടെ പിന്നെ എന്താ പറയുക, ശക്തൻ മാർക്കറ്റ് ഉൾപ്പെടെ പ്രഖ്യാപനങ്ങൾ കൃത്യമായ ഗുരുവായൂർ അമ്പലത്തിന് വേണ്ടിയിട്ട് അമൃത് പദ്ധതി, പ്രസാദ് പദ്ധതി ഒക്കെ വഴി അദ്ദേഹം നടപ്പിലാക്കിയത് 723 കോടി രൂപയുടെ വികസനമാണ്. അത് മനസ്സിലാക്കാത്ത ആളുകൾ എവിടെയെങ്കിലും കിടന്ന് ചിലച്ചിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചിലക്കൂ. തുടരാം. അതായത് അങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തത്. മാത്രമല്ല അദ്ദേഹം ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ അതിൽ ഭാഗവാക്കായിട്ടുണ്ട്. ഇവിടെ സുരേഷ് ഗോപി നമ്മുടെ ഈ മിനിസ്റ്ററാണ്, ടൂറിസം മിനിസ്റ്ററാണ്. ടൂറിസം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ, ടൂറിസം സഹമന്ത്രി എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിക്ക് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന്റെ ടൂറിസം രംഗത്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യഘട്ട പദ്ധതി എന്ന നിലയിൽ ആതിരപ്പള്ളിയിൽ ഒരു പദ്ധതി സുരേഷ് ഗോപി അവതരിപ്പിക്കുകയാണ്. ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ മുഖം മാറ്റുന്ന രീതിയിലേക്ക് പിന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായി തൃശ്ശൂരിനെ കൊണ്ടുവരുന്ന ഉതകുന്ന രീതിയിൽ ഒരു വലിയ പദ്ധതി തൃശ്ശൂരിൽ വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ ആതിരപ്പള്ളിയിലെ പദ്ധതിയുടെ വിവരങ്ങളും പുറത്തു വരുന്നത്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് തൃശ്ശൂരിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തിന് പുറത്തു നിന്നും ലോകത്ത് മൊത്തമുള്ള ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്നതിൽ പ്രധാന ഭൂരിഭാഗവും വരുന്നത് ഈ പറയുന്ന ആതിരപ്പള്ളി, വാഴച്ചാൽ മേഖലകളിലേക്കാണ്. അവിടുത്തെ ഒരു പ്രത്യേകത, വാഴച്ചാലൊക്കെ ഒരുപാട് പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങളാണ്, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, മൃഗങ്ങളെ അടുത്തറിയാനുള്ള സ്ഥലമാണ്. നമ്മുടെ അതിർത്തി തമിഴ്നാട്ടിലേക്ക് അതിലൂടെ പോകാൻ കഴിയും. അങ്ങനെ എന്തുകൊണ്ടും മനോഹരമായ സ്ഥലം. ഈ ബാഹുബലിയുടെ സിനിമയുടെ ഭാഗമായിട്ട് പോലും മാറിയിട്ടുള്ള ഒരു ചരിത്രമാണ് നമ്മുടെ ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനുള്ളത്. അങ്ങനെയുള്ള ഒരു വെള്ളച്ചാട്ടവുമായി ബന്ധപ്പെട്ട് അതിനെ ഇങ്ങനെ ഇട്ടാൽ പോരാ, അത് ശക്തമായ ഒരു നല്ല മികച്ച പദ്ധതി തന്നെ വേണമെന്നുള്ള സുരേഷ് ഗോപിയുടെ ഒരു കരുതലിൻ്റെ ഭാഗം കൂടിയാണ് ഇത്തരത്തിലൊരു പദ്ധതി അവിടെ വരുന്നത്. ഇത്രയും കാലം കേരളം ഭരിച്ചിരുന്ന ഗവൺമെന്റ് ഇടതും കോൺഗ്രസുമായിരുന്നില്ലേ, കേന്ദ്രം ഭരിച്ചത് കോൺഗ്രസ് ആയിരുന്നില്ലേ? എന്നിട്ട് ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് ഞാൻ വീണ്ടും പറയുന്നത് ലോകപ്രസിദ്ധമായ വെള്ളച്ചാട്ടങ്ങൾ ഒന്നായതുകൊണ്ടാണ്. അവിടെ എന്തെങ്കിലും തരത്തിലൊരു പദ്ധതി കൊണ്ടുവരാൻ ഇവർക്ക് ആർക്കെങ്കിലും കഴിഞ്ഞോ? അവിടെ ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട്, അതായത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് ജലവൈദ്യുത പദ്ധതി അങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, മൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പരിസ്ഥിതിക്ക് വലിയ തരത്തിലുള്ള ദോഷമുണ്ടാകും എന്നുള്ള കാര്യങ്ങൾ ഉയർത്തി വിവിധ പാർട്ടികൾ സമരത്തിലായതുകൊണ്ട് മാത്രമാണ് താൽക്കാലികമായി സർക്കാർ ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി നിർത്തിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി കൃത്യമായി പറയുന്നുണ്ട്, അതായത് അതിരപ്പള്ളി ഡിസ്നി ലാൻഡ് മാതൃകയിൽ വിനോദസഞ്ചാര പദ്ധതി നടപ്പാക്കും എന്നാണ് പറയുന്നത്. ഡിസ്നി ലാൻഡ് നമുക്കറിയാലോ, ഒരു മാജിക്കൽ വേൾഡാണ്. ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള, ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മായിക ലോകമാണ് ഡിസ്നി ലാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ കേന്ദ്ര സർക്കാർ സഹായത്തിൽ ടൂറിസം ഡെസ്റ്റിനേഷൻ അവിടെ ഒരുക്കാൻ വേണ്ടി പോവുകയാണ്. സുരേഷ് ഗോപിയുടെ സ്വപ്ന പദ്ധതി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഏകദേശം 2 മാസത്തിനുള്ളിൽ നടപടി ആരംഭിക്കും. തുടർന്ന് DPR തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. അടുത്ത വർഷം അവസാനത്തോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അതായത് അധികം വൈകൂല. നിങ്ങൾ പറയുന്ന പോലെ ഒരു പദ്ധതി തുടങ്ങിയിട്ട് 5-6 വർഷം കഴിഞ്ഞല്ല ഇത് അവസാനിപ്പിക്കുക. അടുത്ത വർഷം അവസാനത്തോടു കൂടി ഈ പദ്ധതി അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് റിസൾട്ട് കൊടുക്കുന്ന രീതിയിലേക്കാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അവിടെ ഈ പദ്ധതിയോട് ചേർന്നുകൊണ്ട് വിദേശികൾക്കടക്കം എളുപ്പത്തിലെത്താവുന്ന
ആകർഷകമായ സ്ഥലമായതിനാൽ ആതിരപ്പള്ളിയെ ഈ ഒരു ഉദ്യമത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു. 80 അടി മുകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളിയെ വേറിട്ടതാക്കുന്നത്. വാഴച്ചാൽ വെള്ളച്ചാട്ടം, തുമ്പൂർ മൊഴി തുടങ്ങി കോർത്തിണക്കാവുന്ന നിരവധി സ്ഥലങ്ങളും അതിൻ്റെ കൂടെയുണ്ട്. സിനിമാക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷനാണ് ആതിരപ്പള്ളി. സിനിമകളിലൂടെയാണ് ആതിരപ്പള്ളി, വാഴച്ചാലൊക്കെ ലോകമറിഞ്ഞത്. അങ്ങനെയാണ് പിന്നീട് അവിടത്തേക്ക് പോകുന്നത്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു മനോഹാരിത മറ്റു വെള്ളച്ചാട്ടങ്ങൾക്ക് എവിടെയും ലഭിക്കാറില്ല. അത്രമേൽ മനോഹരമാണ് അവിടുത്തെ ഓരോ കാര്യവും. ഇതിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് തീം പാർക്കുകൾ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ, റൈഡുകൾ, മിസ്റ്റിക് ഫോറസ്റ്റ്, ലിറ്റിൽ വില്ലേജ് തിയേറ്റർ, ടോയ് സ്റ്റേഷൻ, സാഹസിക ദ്വീപ്, ജംഗിൾ ഗാർഡൻസ്, അഡ്വഞ്ചർ ലാൻഡ് ബസാർ തുടങ്ങിയ ഒരുപാട് പദ്ധതികൾ ഉൾപ്പെട്ടുകൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ വരുന്നത്. അതായത് ആതിരപ്പള്ളിയുടെ മുഖച്ഛായ തന്നെ മാറും. തീർച്ചയായും സുരേഷ് ഗോപിയിലൂടെ തൃശ്ശൂരിന്റെ മുഖച്ഛായ സുരേഷ് ഗോപി മാറ്റിയതുപോലെ ആതിരപ്പള്ളിയുടെ മുഖച്ഛായയും സുരേഷ് ഗോപി മാറ്റാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് ടൂറിസ്റ്റുകളെ കുറച്ചുകൂടി ആകർഷിച്ചു കഴിയുമ്പോൾ കേരളത്തിൻ്റെ ടൂറിസം മേഖല വലിയ വളർച്ചയിലേക്ക് പോകും. സാമ്പത്തികമായി അത് കേരളത്തിൽ വളരെ നേട്ടമുണ്ടാക്കും. വിദേശത്തുള്ളവർ ഉൾപ്പെടെ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ളവർ തന്നെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ആതിരപ്പള്ളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അതിലൂടെ വലിയ വരുമാനം കേരളത്തിനുണ്ടാവുകയും കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ തന്നെ അത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു നല്ല രാഷ്ട്രീയക്കാരൻ്റെ, ബുദ്ധിയുള്ള വിവേകമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ എന്താ പറയുക, പിന്നെ ഈ മുന്നോട്ടുള്ള ചിന്തയാണ് ഇപ്പോൾ ആതിരപ്പള്ളിയുടെ മുഖച്ഛായ കൂടി മാറാൻ സുരേഷ് ഗോപിയിലൂടെ പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഭരിച്ച വലത് ഇടത് ആളുകൾ കസേരയ്ക്ക് വേണ്ടി രാഷ്ട്രീയം കളിച്ച് ജനങ്ങളെ കബളിപ്പിച്ച് ജനങ്ങളെ മുതലെടുപ്പ് നടത്തി വികസനത്തിൻ്റെ പേരിൽ വോട്ട് പിടിച്ച് അവർ അടുത്ത തവണ എങ്ങനെ ജയിക്കാമെന്നുള്ള കുതന്ത്രങ്ങൾ മെനയുമ്പോഴാണ് ഒരേ ഒരു സീറ്റ് BJPക്കുള്ള MP ആയ സുരേഷ് ഗോപി 763 കോടി MP ആകുന്നതിന് മുൻപ് തന്നെ തൃശ്ശൂരിന് വേണ്ടി ചിലവാക്കി. ഇത് വിളിച്ചു പറഞ്ഞത് ഇടതുപക്ഷ മാധ്യമപ്രവർത്തനായ വേണുബാലകൃഷ്ണനാണ്. ഈ 763 കോടി ചിലവാക്കി എന്നുള്ളത്. ഇപ്പോൾ ആകാശപാത, ശക്തൻ മാർക്കറ്റ് ഉൾപ്പെടെ വലിയ വികസനങ്ങൾ തൃശ്ശൂരിന് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം ആതിരപ്പള്ളിയിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, പിന്നെ വലിയ രീതിയിലുള്ള ഹോട്ടലുകൾ വരുമ്പോൾ ഒരുപാട് പേർക്ക് ജോലി, പിന്നെ പാർക്കുകൾ വരുമ്പോൾ ഒരുപാട് പേർക്ക് ജോലി, റിസോർട്ടുകൾ വരുമ്പോൾ ഒരുപാട് പേർക്ക് ജോലി. അതിലൂടെ എത്ര കുടുംബങ്ങൾ ജീവിക്കും, എത്ര പേർക്ക് അന്നം കഴിക്കാൻ പറ്റും, എത്ര പേരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും. അപ്പോൾ വിമർശിക്കുന്ന ചില മാപ്രകൾ ഇതിലിനി എന്ത് കൊനഷ്ടം കൊണ്ട് വരും എന്നുള്ളതാണ് ചിന്തിക്കുക. അതുപോലെ സുരേഷ് ഗോപി ആയതുകൊണ്ട് അഴിമതി നടത്തിയെന്നോ കൈയിട്ട് വാരിയെന്നോ മുക്കിക്കൊണ്ട് പോയെന്നോ പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് തന്നെയാ. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ കളത്തിലിറങ്ങി കളിക്കും എന്നതുകൊണ്ട് തന്നെ ഈ കിളി പോയിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇപ്പോഴും തോൽവിയിൽ നിന്ന് കരകയറാത്ത ചില ആൾക്കാർ ഇപ്പോഴും തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഭരിക്കുന്ന ഗവൺമെൻറ്റുകളും ഇതിനെ മുടക്കാൻ വേണ്ടി എന്തൊക്കെ പാരകൾ വെക്കും, ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച് സഹകരിച്ച് ചെയ്യേണ്ട പ്രവർത്തനമാണല്ലോ. അപ്പോൾ അതിൽ എന്തൊക്കെ മുടക്കുകൾ ഇവർ വരുത്തുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. വെക്കാവുന്ന പാരകളുടെ മാക്സിമത്തിൽ ഇവർ വെക്കുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനൊക്കെ അതിജീവിക്കാൻ കെൽപ്പുള്ള ഒരു മന്ത്രിയാണ് സുരേഷ് ഗോപി എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഈ പദ്ധതി നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്. പദ്ധതികൾ ഇനിയും ഒരുപാട് വരുന്നുണ്ട്. ഇതെല്ലാം ഫയലിലാണ്. കൃത്യമായി പഠിക്കാൻ വേണ്ടി ഒരു സംഘത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർ തൃശ്ശൂരിൽ വരുത്താവുന്ന സമഗ്ര വികസനങ്ങളുടെ കൃത്യമായ പഠനം നടത്തി സുരേഷ് ഗോപിക്ക് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട് MP ഓഫീസ് എന്നുള്ള നിലയ്ക്ക് കൃത്യമായി പഠിച്ചു വരികയാണ്. അതുകൊണ്ട് തൃശ്ശൂരിൽ സമൂലമായിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു പെരുമഴ വരാനിരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനത്തിലാണ് സുരേഷ് ഗോപി സംഘവും. ഒപ്പം കേരളത്തിൽ വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഇടനാഴി കോറിഡോർ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതിൽ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളുടെ അടക്കം ഉൾപ്പെടെ ഉടുത്തിക്കൊണ്ട് ഒരു സ്പിരിച്വൽ ടൂറിസം കൂടി അദ്ദേഹം ലക്ഷ്യമിടുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുത്ത തൃശ്ശൂരിലെ ജനങ്ങൾക്ക് തെറ്റിയിട്ടില്ല എന്നുള്ളത് തെളിയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കൂടി ബാധ്യത ആയതിനാൽ ആ രീതിയിൽ തന്നെ സുരേഷ് ഗോപി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്.